സാധാരണക്കാരിലും സാധാരണക്കാരിയെ ജീവിതം ആരംഭിച്ച് ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അത് മറ്റാരുമല്ല, ചന്ദ്രലേഖ. ഇന്ന് ചന്ദ്രലേഖ ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ് ചേച്ചി. ഈ അടുത്ത കാലത്തായിട്ട് സാധാരണക്കാരെ ഇത്രയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള മറ്റൊരു പ്രതിഭയുണ്ടാവില്ല. ചുറ്റും ആരാധനയും സ്നേഹവും പ്രചോദനവുമായി ഒരുപാട് പേർ. എങ്ങനെ ജീവിതം ഒരുപാട് മാറിയോ? വ്യത്യാസം ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് എല്ലാവരുമായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ അനുജൻ ദർശൻ, ഭർത്താവിൻ്റെ അനുജൻ ദർശൻ യൂട്യൂബിലെടുത്ത ഒരു പിക്ചറാണ് വീഡിയോ ക്ലിപ്പാണ് നമ്മൾ കണ്ടത് യൂട്യൂബിലെടുത്ത്. അപ്പോൾ അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടു ഫേസ്ബുക്കിൽ ആരാധിച്ചു. അപ്പോൾ അത് എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, ദൈവം അനുജനിലൂടെയും ലോകമെമ്പാടുമുള്ള മലയാളികളിലൂടെയും അങ്ങനെ ഒരു വഴിത്തിരിവ് എനിക്ക് ഉണ്ടാക്കിയതാണ് എൻ്റെ വിശ്വാസം. അപ്പം എനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുമുണ്ട്, ഒരുപാട് പേരോട് സ്നേഹമുണ്ട്. അപ്പം എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു, മലയാളികളെല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ എൻ്റെ ജീവിതം. രാജഹംസി എന്നുള്ള വളരെ മനോഹരമായ, അങ്ങനെ അധികം ആർക്കും പാടാൻ പറ്റാത്ത ഒരു ടഫ് സോങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഒരു വീട്ടമ്മയുടെ, തികച്ചും ഒരു വീട്ടിലിരിക്കുന്ന ആ ഒരു സെയിം ലുക്കോടുകൂടി ചേച്ചി പാടി വേറൊരാളത് ഷൂട്ട് ചെയ്തു, യൂട്യൂബിലിട്ടു. എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഇങ്ങനൊരു പാട്ട് ചേച്ചി വീട്ടിലിരുന്ന് പാടിയത് ലോകമെമ്പാടുള്ള ആൾക്കാർ കാണുമെന്നും ഇത് ഇത്രയും വലിയൊരു ബൂമായി തീരുമെന്നും? ഒരിക്കലുമില്ല. അത് ആ ഒരു ഷൂട്ടിങ് വീഡിയോ ക്ലിപ്പ് എടുത്ത വേള, ആ നിമിഷം തന്നെ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു വേദിയായിരുന്നു, ഒരു റൂമിൽ, വീട്ടിൽ. അപ്പം ഞാൻ മോനെ കയ്യിലെടുത്തിട്ടുണ്ട്, ഹസ്ബൻഡുണ്ട് കൂടെ. അപ്പം ഹസ്ബൻഡിൻ്റെ ഇളയ അപ്പച്ചിയുടെ മകനാണ്, എറണാകുളം ഇരുമ്പനം സ്വദേശിയാണ് ദർശൻ. ദർശൻ ഒരു പക്ഷേ ആ വീഡിയോ ക്ലിപ്പ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലിയ അപ്പച്ചിയുടെ മകനുണ്ട്, മനോജ് എന്നാണ്. ആ മനോജിൻ്റെ നാവിലാണിത് വരുന്നത്, ചന്ദ്രലയുടെ പാട്ട് നിൻ്റെ വീഡിയോയിൽ നിന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെ അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. അവന് വീഡിയോ ക്ലിപ്പ് എടുത്തതിന് ശേഷം എന്നോട് അവസാനം പറയുന്നുണ്ട്, ചേച്ചി പ്രോഗ്രാമിനൊക്കെ പോയിക്കൂടായോ എന്ന് ചോദിച്ച് വാക്കുകൾ ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രോഗ്രാമിനൊന്നും പോകുന്നൊന്നുമില്ല, ജീവിതമൊക്കെ അല്ലേ, പ്രാരാബ്ധങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. ചേച്ചി എന്തായാലും ഞാനിത് യൂട്യൂബിലിടും എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടാം. തീർച്ചയായിട്ടും. രാജഹംസമേ മഴവിൽ കൂടിലിൽ സ്നേഹദൂതുമായി വരുമോ, എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിയുടെ സ്വരത്തോടുള്ള സാമ്യവും അതേപോലെ ചിത്ര ചേച്ചിയുടെ ആ ഒരു എളിമയാണ് ചേച്ചിയും സാധാരണക്കാരിൽ ഇത്രയും പ്രിയങ്കരിയാക്കിയത്. തീർച്ചയായിട്ടും ആ ഒരു ചിത്ര ചേച്ചി എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടി. എൻ്റെ ജീവിതത്തിൽ ഒരു പാട്ട് ഒരുമിച്ച് പാടിയിട്ട് ഒരു പാട്ട് ഈ രാജഹംസമേ തന്നെ ഒരു ചാനലിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയെ കണ്ടപ്പോൾ? ഞാൻ എൻ്റെ വിശ്വാസം, ഞാൻ തപസ് ചെയ്തിരുന്ന ഒരു വ്യക്തി, ആ ദൈവം ഒരു അനുഗ്രഹം തന്നു ചിത്ര ചേച്ചിയെ കാണാനുള്ള ഭാഗ്യം കിട്ടും എന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൂടുതലും കുട്ടിക്കാലം മുതലേ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ചിത്ര ചേച്ചി. മലയാളികളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ എന്നെ സ്ത്രീകൾ പൊതുവെ, അതുപോലെ തന്നെ പുരുഷന്മാർ ആണെങ്കിൽ കൂടി തന്നെ ചിത്ര ചേച്ചിയെ കണ്ട എന്ന വ്യക്തിയും അതുപോലെ ചിത്ര ചേച്ചിയുടെ കൂടെ പാടി എന്നുള്ള രീതിയിലും എന്നോട് ആ സ്നേഹം കാണിക്കുന്നുണ്ട്, അങ്ങനെയും കൂടെ സ്നേഹം കാണിക്കുന്നുണ്ട്. സെലിബ്രിറ്റി ആകുന്നതിന് മുൻപ് ചേച്ചിക്കൊരു ഓണം ഉണ്ടായിരുന്നു. അപ്പം അതിന് ശേഷമുള്ള ഓണത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? തീർച്ചയായിട്ടും ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ മലയാളികളെയും പോലെ തന്നെ പണ്ട് തിരക്കൊന്നും ഇല്ലാത്തൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. ഇന്നും ഒരു സാധാരണ വീട്ടമ്മ തന്നെയാണെങ്കിലും തിരക്കുകൾക്ക് അല്പം മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. സ്വല്പം തിരക്കുകളുണ്ട്, എങ്കിലും അത് എൻ്റെ മനസ്സിലൊരു സന്തോഷമുള്ള തിരക്കെന്ന് വേണമല്ലോ പറയാൻ. കാര്യം എവിടെ ചെന്നാലും ഒരു സ്നേഹമാണ് കിട്ടുന്നത്.
എന്നെ സംബന്ധിച്ചുള്ള. ആ സ്നേഹം കാണുമ്പോൾ നമുക്കും കൂടുതലൊരു കൂടുതൽ എന്താ പറയുന്നത്, അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്, മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ചേച്ചി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ പ്രോജക്റ്റുകൾ? 4 സിനിമ പാടിക്കഴിഞ്ഞു. 4 സിനിമകൾ കഴിഞ്ഞു. പാടിക്കഴിഞ്ഞു. മലയാളമാണോ? അതെ, ആദ്യത്തെ സിനിമ മിലഞ്ചലി സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എം ശ്രീശാന്ത് സാർ ഡയറക്റ്റ് ചെയ്യുന്ന ലവ് സ്റ്റോറി എന്ന ഫിലിമിലേക്ക് വേണ്ടിയാണ് എനിക്ക് ആദ്യമായിട്ട് പാടാനുള്ള ഭാഗ്യം കിട്ടിയത്. പത്തനംതിട്ട സ്വദേശി, എൻ്റെ നാട്ടുകാരൻ കൂടിയായ ഡേവിഡ് ഷോൺ എന്ന പുതുമുഖ സംവിധായകൻ, മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹമാണ് എനിക്ക് വീട്ടിൽ വരികയും അങ്ങനെയുള്ളൊരു അവസരം തരികയും ചെയ്തത്. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അവസരം. ഇങ്ങനൊരു ദൈവം ഇങ്ങനൊരു അനുഗ്രഹം തന്നപ്പോൾ ഡയറക്റ്റായിട്ട് സ്റ്റുഡിയോയിലേക്ക് പോവുകയായിരുന്നു. ഫിലിമിലാണ് ആദ്യമേ പാടിയത്. അപ്പോൾ ലവ് സ്റ്റോറി എന്ന ഫിലിമിലാണ് പാടാനുള്ള ഭാഗ്യം കിട്ടിയത്. രണ്ടാമത് ചിത്ര ചേച്ചിക്ക്, അത് മറ്റൊരു മഹാഭാഗ്യമാണ്. ചിത്ര ചേച്ചിക്കൊപ്പം അതുപോലെ തന്നെ ജോൺസൺ മാഷിൻ്റെ അവസാനത്തെ പാട്ട് പല്ലവി ജോൺസൺ മാഷിൻ്റെയാണ്. ഹിസ് നെയിം ഈസ് ജോൺ എന്നാണ് ഫിലിമിൻ്റെ പേര്. പല്ലവി ജോൺസൺ മാഷാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അനുപല്ലവി ചരണം അദ്ദേഹത്തിൻ്റെ മകള് ഷാൻ ജോൺസാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പാടാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് തമിഴാണ്. അത് മറ്റൊരു മഹാഭാഗ്യം. വൈരമുത്തു സാറിൻ്റെ ലിറിക്സ്. എവിടെയായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ? റെക്കോർഡിങ് എറണാകുളം തന്നെയായിരുന്നു. ഷൂട്ടിങ്ങിന് പോയത് ചെന്നൈയിലാണ്. അദ്ദേഹത്തിനെ കാണാനുള്ള ഭാഗ്യം കിട്ടി. അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നതും ഡേവിഡ് ഷോൺ തന്നെയാണ്. അതുകൊണ്ടാവാം എനിക്ക് മറ്റൊരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ വൈരമുത്തു സാറിനെ കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഭാഗ്യം കിട്ടി. ചേച്ചിയുടെ ഇതുവരെയുള്ള ഓണക്കാല അനുഭവങ്ങൾ? തീർച്ചയായിട്ടും നല്ല അനുഭവം തന്നെയാണ്. കഴിഞ്ഞ, അതായത് വിവാഹത്തിന് മുമ്പുള്ളതും വിവാഹത്തിന് ശേഷമുള്ളതും ഇപ്പോൾ ഉള്ളത്. എൻ്റെ വീട്, ഞാൻ ജനിച്ച എൻ്റെ വീട്, എൻ്റെ ജന്മസ്ഥലം അടൂര് പറക്കോട് എന്ന സ്ഥലത്താണ്. പറക്കോട് TB ജംഗ്ഷനിലാണ് എൻ്റെ വീട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബ പേരെന്ന് പറയുന്നത് തന്നെ കോണത്തുമൂലയിൽ നിന്നാണ്. അപ്പോൾ കോണത്തുമൂലയിൽ മുഹൂർത്തിക്കാവ്, എനിക്കൊരു കാവുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ഓർമ്മകളെല്ലാം ആ കാവിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും അമ്മയുടെ മുമ്പിൽ നിന്നുമാണ് എനിക്ക് അങ്ങനൊരു അനുഗ്രഹം. അമ്മയുടെ മുറ്റത്ത് നിന്നാണ് ഞാൻ ആ പാട്ട് പാടിയത്. അപ്പോൾ അമ്മയുടെ ആ അനുഗ്രഹം തീർച്ചയായിട്ടും, അമ്മമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അമ്മമ്മയുടെ ആ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ 6 സഹോദരങ്ങളാണ്. അപ്പം 3 സഹോദരന്മാരും 2 ചേച്ചിമാരും, ഞാൻ ഏറ്റവും ഇളയ ആളാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന് ഉള്ള സമയത്ത് അച്ഛൻ മുറ്റത്ത് കെട്ടിത്തരുന്ന വലിയ ഊഞ്ഞാലുണ്ട്. അപ്പം ഞങ്ങളുടെ അവിടെയാണ് വലിയ ഊഞ്ഞാൽ മരമുള്ളത്. അപ്പോൾ ആ മരത്തിൽ ഊഞ്ഞാൽ കെട്ടിത്തരാറുണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ ആ ഊഞ്ഞാലിൽ ആടിയ ഓർമ്മകൾ, പിന്നെ എൻ്റെ സഹോദരന്മാരെയും ഇന്നും മുറ്റത്ത്, എൻ്റെ സഹോദരന്മാരെ എന്നും മുറ്റത്ത് അത്തപ്പൂക്കളങ്ങൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരോടൊത്ത് ഞാൻ പൂക്കൾ പറിക്കാൻ പോകുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് കുട്ടിക്കാലത്ത്. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ ഓർമ്മകൾ ഇപ്പോഴും വേദനയാണ്, തിരിച്ചു കിട്ടാത്ത ഓർമ്മകൾ അതൊക്കെ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളത് പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് കാണുമ്പോഴൊക്കെ. ഇന്ന് ഓണം ഒരുപാട് മാറിയിട്ടില്ലേ? ഇന്ന് മാറിയിട്ടുണ്ട്, തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ആ വലിയ ഊഞ്ഞാലില്ല ഇന്ന്. അങ്ങനെയൊക്കെയുള്ള അതോ കുട്ടിക്കാലത്തെ ഓർമ്മകൾ തന്നെയാണ്, നല്ല ഓർമ്മകൾ. ഇന്ന് വിവാഹത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ്, അമ്മ, ശ്രീഹരി, അനുജൻ, അനിയത്തി, അവരുടെ 2 കുട്ടികൾ. അവർ കോട്ടയത്ത് കറുകച്ചാലാണ് താമസിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് 2 പേരും UD ക്ലർക്കാണ്. ജോലി സംബന്ധമായിട്ട് അവർ താമസിക്കുന്നു. അനിയൻ്റെ പേര് റെജി, അനിയത്തിയുടെ പേര് അനിത. അവർ കുഞ്ഞൊരു കൊച്ചു വാവയുണ്ട് അവർക്ക്. അങ്ങനെ അവർ സന്തോഷമായിട്ട് കഴിയുന്നു. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടാവും? തീർച്ചയായിട്ടും ചിത്ര ചേച്ചി പാടിയത് തന്നെ ഒരു ഓണപ്പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ പാടാം. നല്ലൊരു പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പാൽമഞ്ഞു കോടി ഉടുത്തു ഞാൻ മുറ്റത്തെ പാരിജാതച്ചോട്ടിൽ വന്നു, ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു, പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന
പുണ്യനിലാവുള്ള രാത്രി താനേ മൂളുന്ന തമ്പുരുവായെൻ്റെ താരുടൽ നിന്നു തുടിച്ചു താനേ മൂളുന്ന തമ്പുരുവായെൻ്റെ താരുടൽ നിന്നു തുടിച്ചു സുഖമുള്ള വാക്കുകൾ കൊണ്ടെൻ്റെ മനസ്സിൽ നീ സുഗമസംഗീതം നിറച്ചു ഞാൻ അടിമുടി ആനന്ദമനുഭവിച്ചു. ചേച്ചി, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. ചേച്ചി സംഗീതം പഠിച്ചിട്ടുണ്ടോ അതോ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ തന്നെ എൻ്റെ ബന്ധുക്കൾ പൊതുവെ പാട്ടിനോട് കമ്പമുള്ളവരാണ്. അങ്ങനെ അതുപോലെ തന്നെ റേഡിയോയിലൂടെ അച്ഛനൊരു സംഗീത പ്രേമിയായിരുന്നു. കച്ചേരികളൊക്കെ അച്ഛൻ എവിടെ ഉണ്ടായാലും കേൾക്കാൻ പോകുമായിരുന്നു. ഇതൊക്കെ കണ്ടും ഇപ്പം എൻ്റെ ബന്ധുക്കളുടെ സപ്പോർട്ടും നാട്ടുകാരുടെ സപ്പോർട്ടും ശരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് ഒരു പരിധി വരെ അതാണ് എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ മാക്സിമം പാട്ട് പഠിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ കുറേ സംഗീതജ്ഞരുണ്ട്. പക്ഷെ അവരുടെയൊന്നും അടുത്തെനിക്ക് പോകാനുള്ള ആ ഒരു അന്നത്തെ കാലത്ത് എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പം ദൈവം ഇങ്ങനൊരു അനുഗ്രഹം തന്നപ്പോൾ അത് എന്തോ ദൈവം കൊണ്ടുവരുന്ന വഴി പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ നാട്ടിൽ സംഗീതം പഠിക്കാതെ തന്നെ എങ്ങനെയായി ഇത്ര കറക്റ്റായിട്ട് ആ പോയിന്റ്സ് എല്ലാം ഇട്ട് പാടുന്നത്? തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെ, ദൈവത്തിൻ്റെ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം തന്നെയാണ്. ചേച്ചി ഇപ്പോൾ സംഗീതം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ. ആരുടെ അടുത്താണ്? അതെ, മണക്കാല രാധാകൃഷ്ണൻ സാറ്. ഇപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ഭാഗ്യം എന്ന് വേണം പറയാൻ. അദ്ദേഹം എനിക്ക് അടൂർ ജ്ഞാനമുള്ള സംഗീതജ്ഞരുണ്ട്. സുദർശനൻ സാറ്, അടൂർ സുദർശനൻ സാറ്, അതുപോലെ അടൂർ മധു സാറ്. പക്ഷേ ഇവരുടെ എല്ലാം അടുക്ക് എനിക്ക് പോകാനുള്ള ഒരു അടൂർ മണക്കാല രാധാകൃഷ്ണൻ സാറ്. അപ്പോൾ ഇവരുടെ എല്ലാം അടുക്ക് പോകാനുള്ള ആ ഒരു ദൂരം കാരണം എനിക്ക് ഒത്തു വന്നിട്ട് സാധിച്ചിട്ടില്ല ഇത്രയും നാളും. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്ന് വേണം പറയാൻ, മണക്കാല രാധാകൃഷ്ണൻ സാറ് എൻ്റെ വീടിനടുത്ത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ സാറിൻ്റെ NCERT സാർ വർക്ക് ചെയ്യുന്നു. റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം. അപ്പം ഡോക്ടർ മണക്കാല രാധാകൃഷ്ണനാണ് അദ്ദേഹം. ഒരു ഫംഗ്ഷനിൽ ഇതുപോലെ എന്നെ കാണുകയും ചന്ദ്രലേഖ വളരെ വളരെ ഇതായിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. ചന്ദ്രലേഖ വീട്ടിൽ വന്നോളൂ, ഏത് സമയം ഒരു സാമ്പത്തികം ഒന്നും നോക്കിയല്ല അദ്ദേഹം പറഞ്ഞത്. പൈസ ഒന്നും വേണ്ട എനിക്ക് ചന്ദ്രലേഖ, ചന്ദ്രലേഖ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോൾ അധികം അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം, വീട്ടിൽ വന്നോളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് എനിക്കുണ്ട്. എന്നും സാറ് വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മറ്റൊരു അനുഗ്രഹമായിട്ട് നിൽക്കുകയാണ് സാറിൻ്റെ ശിക്ഷണം കിട്ടിയത്. ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറ്. ഹെൽപ്പ് ചെയ്തു. മറ്റൊരു വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത്, ഒരു കുടുംബിനി ഒരു വീട്ടമ്മ എന്ന നിലയിൽ മറ്റൊരു മഹാഭാഗ്യമാണ്. കുടുംബശ്രീയുടെ 16ാമത് വാർഷികം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അന്ന് ആ വേളയിൽ എബി വത്സരകുമാരി മാഡം എന്നെ വിളിക്കുകയും ആ ഫംഗ്ഷനിൽ സോണിയാഗാന്ധി വരുന്ന ആ ഫംഗ്ഷനിൽ പ്രെയർ സോങ് പാടാനുള്ള ഒരു അവസരം എനിക്ക് തരികയും ചെയ്തു. ഏറ്റവും വലിയ ഭാഗ്യമാണത്. തീർച്ചയായിട്ടും സോണിയാഗാന്ധി നിൽക്കുന്ന വേദിയിൽ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് മറ്റൊരു ഭാഗ്യം, ദൈവം തന്ന മറ്റൊരു ഭാഗ്യം. പ്രവാസികളുടെ ചന്ദ്രലേഖ എന്നാണ് ചേച്ചിയെ കുറിച്ച് പറയുന്നത് തന്നെ. ഇപ്പം വിദേശത്ത് പോകുമ്പോൾ എങ്ങനെയുണ്ട് അവിടെയുള്ള ആളുകളുടെ ചേച്ചിയോടുള്ള ഒരു പ്രതികരണം? എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വിദേശത്ത് പോകുമ്പോൾ നമ്മുടെ കുടുംബാംഗം, അവരുടെ സഹോദരി അല്ലെങ്കിൽ അവരുടെ മകള് അല്ലെങ്കിൽ ആ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു പോയ ആ ഒരു ഇത് തോന്നുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. ആദ്യമായി വിദേശത്തു നിന്നാണ് കോള് വന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് കണ്ടിട്ട് വിളിച്ചു അല്ലേ? ഇത് കണ്ടിട്ട് ആദ്യം അത് തുടക്കമൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കാര്യം
കോണ്ടാക്ട് നമ്പർ ഇല്ലായിരുന്നു. ശരി. അപ്പോൾ എൻ്റെ കസിൻ ബ്രദറാണ്, ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് എന്നോട് വിളിച്ചു ചോദിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുവാദത്തോടു കൂടി കോണ്ടാക്ട് നമ്പർ ഇട്ടു. അവരാണ് ഇത് അറിയിപ്പ് തന്നത്. പിന്നീട് ഉള്ള ഈ കോണ്ടാക്ട് നമ്പർ കിട്ടിയതിന് ശേഷം വിളി വന്നത് ലണ്ടനിൽ നിന്നാണ്. അതിനോടകം അവർ മാഗസിനിൽ അവിടുത്തെ മാഗസിനിൽ വന്നു ഈ കുട്ടി ആരാണ് എന്നൊക്കെയുള്ള അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരിയുടെ ചേട്ടത്തി സ്റ്റാഫ് നേഴ്സാണ് അവിടുത്തെ ചേച്ചി, ബിന്ദു എന്നാണ് പേര്, ലണ്ടനിലെ ആ ചേച്ചിയാണ് വിളിച്ച് എന്നോട് പാട്ട് ഫുള്ളെ കേൾപ്പിച്ചു. മോളെ നീയാണോ ഇത് പാടിയെന്നുള്ളത്. അങ്ങനെ പാട്ട് കേൾപ്പിച്ചു. അങ്ങനെ ചേച്ചി ഞാൻ തന്നെയാണ് ഇത് പാടിയത്. അങ്ങനെ ഇത് പിന്നെ അങ്ങ് സ്പ്രെഡാകുമായിരുന്നു. വിദേശത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ രാത്രികളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, രാത്രികളിൽ 12 മണി അമേരിക്കയിൽ നിന്നായിരിക്കും കൂടുതൽ വിളി വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് അമേരിക്കയിൽ പകൽ. അങ്ങനെ ഏകദേശം 1 മണി 2 മണി വരെ 3 മണി വരെയൊക്കെ ഞാനും അമ്മയും ഇരുന്നിട്ടുണ്ട്. അമ്മ അതുപോലെ എനിക്ക് കൂടെ ഇരുന്നിട്ടുണ്ട് എൻ്റെ കൂടെ. കാര്യം അവർ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ചന്ദ്രലേഖ എന്നാണ്. ഇങ്ങനെ ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം സാധാരണക്കാരിലെ പ്രതിഭയായ നമ്മുടെ ചന്ദ്രലേഖ ചേച്ചിയാണ്. ഈ പ്രോഗ്രാമിൻ്റെ തീം സോങ്ങും പാടിയിരിക്കുന്നത് ചന്ദ്രലേഖ ചേച്ചിയാണ്. ചേച്ചി ആ പാട്ടൊന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് വയലാർ ശരചന്ദ്രവർമ്മ സാറാണ്. ചേച്ചി എപ്പോഴെങ്കിലും സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വലിയ എക്സ്പീരിയൻസ് തന്നെ. പ്രത്യേകിച്ച് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനോട് എൻ്റെ നന്ദി ഞാൻ പറയുകയാണ് ഈ ഒരു കാര്യത്തിൽ. എൻ്റെ കടപ്പാടും മറ്റൊരു മഹാഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം നമ്മുടെ പേരിൽ തന്നെ ഇങ്ങനൊരു ഇതൊരു ആക്സിഡന്റലി വന്നതല്ല, ചേച്ചിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു പേരിടുക, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. മഹാഭാഗ്യമാണ്. അപ്പോൾ ദൈവം തന്ന മറ്റൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ എൻ്റെ പേരിൽ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വയലാർ ശരചന്ദ്രവർമ്മ സാറ്. വയലാർ സാറിനെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നമ്മൾ മലയാളികൾ. അദ്ദേഹത്തിൻ്റെ മകനാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതായത് ബാലഗോകുലത്തിൻ്റെ സംസ്ഥാന വാർഷികത്തിൽ പന്തളത്ത് വെച്ച് നടന്ന ഒരു വേദിയിൽ അദ്ദേഹമായിട്ട് ഞാൻ ഒരു വേദി പങ്കിട്ടു. അന്ന് ഞാൻ ആ വേദിയിൽ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചന്ദ്രലേഖ എൻ്റെ സഹോദരിയുടെ പേര് ചന്ദ്രലേഖ എന്നാണ്. അപ്പം തീർച്ചയായിട്ടും ചന്ദ്രലേഖ ഞാൻ എൻ്റെ സഹോദരിയായിട്ട് ദത്തെടുത്തിരിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ദൈവമേ, അന്നേരം നമ്മുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അതൊക്കെ. തീർച്ചയായിട്ടും അത്രയും വലിയ മഹാന്മാർ നമ്മളെ അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്കുണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ. ആ വേദിയിൽ നിന്ന് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമാണത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് ഒരുപാട് സാറിനോടുള്ള കടപ്പാടും സ്നേഹവും പറയുകയുണ്ടായി ഞാൻ. ഇപ്പം നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വീട്ടമ്മമാരോട്. കാരണം എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ഒതുങ്ങിക്കൂടി ആരും അറിയാതെ അവരുടെ കഴിവുകൾ ആരും പുറം ലോകം കാണാതെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. സ്ത്രീകളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരും കണ്ടെത്തണമെങ്കിൽ നമ്മളും കുറേയൊക്കെ നമ്മുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരണം. അതിന് ഇന്ന് ഒരുപാട് സംരംഭങ്ങളുണ്ട്. അത് എല്ലാവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രോത്സാഹനം കിട്ടും. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല അവരുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഇനി ഒരുപാട് ഉയരങ്ങളെത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ചേച്ചി ഭാഗമായ ഈ പ്രോഗ്രാമിലെത്തിയും ഞങ്ങളുടെ ഇത്രയും നേരവും ചേച്ചിയുടെ ഓരോ അനുഭവങ്ങളും ഷെയർ ചെയ്യുന്നതിൽ വളരെയധികം നന്ദി. ഓണാശംസകൾ. എല്ലാ റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ
ഓണാശംസകൾ.